ഹലോ ഓൾ, വെൽക്കം ടു അൽമാൻ വിൽമ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വൺ ഡേ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ഫാം ഹൗസിൻ്റെ വിശേഷങ്ങളാണ്. അവിടെ എന്തൊക്കെ കാണാനുണ്ട്, അതേപോലെ റെൻ്റ് എങ്ങനെ വരിക, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. ഇനി വരുന്ന ഈദലതയ്ക്ക് ആരെങ്കിലും ഒരു ഫാം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുറേ പേർക്കുള്ള ഡൗട്ടാണ്, നമ്മൾ ഹോട്ടൽ സ്റ്റേ ചെയ്യണ പോലെ തന്നെ ഫാം ഹൗസ് വൃത്തി ഉണ്ടാവുമോ, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാനിതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫുജേറ മസാഫിയിലോട്ടാണ്. മസാഫിയിലെ അൽതൈബ ഹെറിറ്റേജ് മ്യൂസിയം എന്നാണ് അതിൻ്റെ കറക്റ്റ് പേര്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ഞങ്ങളൊരു 1:30ക്കാണ് ഷാർജയിൽ നിന്ന് പുറപ്പെട്ടത്. 2:30-2:45 കൂടി ഞങ്ങൾ അവിടെ എത്തി. 3 മണിക്കായിരുന്നു ചെക്കിംഗ് ടൈം അവർ തന്നിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡിലും നിറയെ മലകളായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പോകുന്ന വഴി നമുക്ക് എന്താ പറയുക, ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം നല്ല നല്ല കാഴ്ചകളായിരുന്നു കാണാനായിട്ട്. ഉച്ചനേരമായ കാരണം ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസൊന്നും എടുത്തില്ല. നേരെ ഞങ്ങൾ മ്യൂസിയത്തിലോട്ടാണ് പോയത്. ഹെറിറ്റേജ് മ്യൂസിയവും ഫാമും നമുക്ക് ഫ്രീ എൻട്രി ആണ്. പബ്ലിക്കിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അത് ഓപ്പൺ ആണ്. പക്ഷേ നമ്മളവിടെ ഫാം ഹൗസ് എടുക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് റെൻറ്റ് കൊടുക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അപ്പം നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഒരു 3-4 കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഉണ്ട്. കയറുമ്പോൾ തന്നെ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. മ്യൂസിയം ആയതുകൊണ്ട് ഒരു പഴയൊരു ലാൻഡ് റോവർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അവർ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഹെറിറ്റേജ് മ്യൂസിയം ഒന്ന് കാണാം. ഞങ്ങൾ മ്യൂസിയമൊക്കെ കണ്ട് ഇറങ്ങുമ്പോഴേക്കും കുട്ടികൾക്ക് അതൊന്നും വലിയ താല്പര്യമില്ലല്ലോ. അവരവരുടെ ഇങ്ങനെ കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് പോയി കാണാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് ഫാം ഹൗസിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. പബ്ലിക്കിന് ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. ഈ മെയിൻ ഗേറ്റ് കൂടെ കടന്നിട്ട് കാണുന്ന ഡോറാണ് മെയിൻ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു കുഞ്ഞ് കിച്ചനും അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഈ ബെഡ്റൂമിൻ്റെ കിച്ചണിലാണ് നമുക്ക് ഫ്രിഡ്ജും സ്റ്റൗവും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേഡീസ് ഈ ബെഡ്റൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ റൂമായിരിക്കും നല്ലത്. ഇനി കാണാൻ പോണ റൂമിൽ നമുക്ക് കിച്ചൺ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം അതെ അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള നല്ല വലിയ ബാത്റൂമായിരുന്നു. അത് നല്ല നീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ബെഡ്റൂം ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാൻ പോയിട്ട് ഇതിൽ തന്നെ പുറത്തേക്ക് എൻട്രി ചെയ്ത് റൈറ്റിലോട്ട് എടുക്കുമ്പോൾ തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അതും ഈ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റൂമാണ് സെലക്ട് ചെയ്തത്. അവരപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷെൽഫുകളും അറ്റാച്ച്ഡ് ബാത്റൂമും മാത്രമേ ഉള്ളൂ. TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് തേർഡ് ബെഡ്റൂമിലോട്ട് പോവാം. തേർഡ് ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഫ്ലോറിലല്ല, കുറച്ച് അടിയിലോട്ട് ഇറങ്ങിയിട്ട് വേണം തേർഡ് ബെഡ്റൂമിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ആ ബെഡ്റൂം നമ്മൾ ജെൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്, അവർ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ 3 ബെഡ്റൂം ഞങ്ങൾ 6 ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്നത്. 6 ഫാമിലിയും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കിടന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2-3 ഫാമിലിക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് കിടന്നത് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. തേർഡ് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ചെറിയൊരു കിച്ചനും ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഫ്രിഡ്ജ്, ഗ്യാസ് അങ്ങനത്തെ ഐറ്റംസുകളൊന്നുമില്ല. ബാക്കി ചെറിയൊരു രീതിയിൽ നമുക്ക് അരിയാനും അങ്ങനത്തെയൊക്കെ ചെയ്യാൻ, പാത്രം കഴുകുക അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഇനി ഇവിടുത്തെ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാം. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും ഒരു 3-4 പേർക്കൊക്കെ സ്വിം ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്കൊക്കെ അതിൽ നിൽക്കാമെന്നുള്ള മാത്രം അങ്ങനെയുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ മുന്നേ വന്നവർ യൂസ് ചെയ്ത കാരണം ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാത്രിയാകുമ്പോഴേക്കും ഈ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ബാർബിക്യൂ ഏരിയ വരുന്നത്. അത് നമുക്കൊന്ന് പോയി കാണാം.
ഇവിടെ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ട് ഭാഗത്ത് നമുക്ക് ബാർബിക്യൂ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഗ്രില്ലുള്ള ഒരു സെക്ഷനുണ്ട്, അപ്പുറത്ത് നമ്മൾ ബാർബിക്യൂ സ്റ്റാൻഡ് കൊടുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു ഹട്ട് പോലെയൊക്കെയാണ് അവർ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ മജ്ലിസാണ്. ഒരു 10-20 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു മജ്ലിസാണ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാനായിട്ട് പറ്റും. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നമുക്ക് രാത്രിയാകുമ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടെ. ഇവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ച കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫാം ഹൗസിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് പെർ ഡേ 1000 ദിറംസ് ആണ് വരുന്നത്. 1000 ദിറംസ് ആണ്. ഞങ്ങൾ 6 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് 200 ദിറംസിന് താഴെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫാമാണ്. അവിടെ കോഴി, താറാവ്, അതുപോലെ കുറേ ചെടികൾ, മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി കാണാം. ഇപ്പോൾ ഇത്രയും നേരം കണ്ടതൊക്കെ നമുക്ക് പബ്ലിക്കിന് എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അവിടേക്കൊക്കെ എൻട്രൻസ് ഉള്ളൂ. ബാക്കി ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതൊക്കെ അവിടത്തെയുള്ള മറ്റു കാഴ്ചകളാണ്. അതായത് ഇഷ്ടപ്രകാരം മൾബറീസും അതുപോലെ കരിമ്പിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പറിച്ച് തിന്നു കേട്ടോ. മൾബറീസ് കുറേ കഴിച്ചു, അതുപോലെ കരിമ്പൊക്കെ പൊട്ടിച്ച് ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ കുറേ പനകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു ഹെറിറ്റേജ് മ്യൂസിയം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇഷ്ടപ്രകാരം ചെടികളും ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്നുള്ള നമുക്ക് ആ ഒരു ചൂട് ഇതിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഫുജൈറ ഭാഗത്തേക്ക് വരുന്നവർ ഉറപ്പായിട്ടും ഈ അൽത്തൈബ ഹെറിറ്റേജ് മ്യൂസിയം കാണാനായിട്ട് വരണം. ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇഷ്ടപ്രകാരം ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ ആയിട്ട്. ഫാമൊക്കെ കണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് പേരൊക്കെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി കുളിക്കാനായിട്ട്. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ മുകളിലിരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ചായയും കുടിച്ച് സമോസയും പിന്നെ അതുപോലെ സ്പ്രിംഗ് റോളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വറുത്ത് ഞങ്ങളതൊക്കെ കഴിച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ. രാത്രി ഒരു 8 മണി വരെ ഞങ്ങളിവിടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തത്. ബാർബിക്യൂ ചെയ്യാൻ വേണ്ട ഫിഷ്, മട്ടൻ, ചിക്കൻ അതൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ എല്ലാവരും പുരട്ടി കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ അതൊക്കെ ഗ്രില്ല് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ഒരു 12:30-1 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിക്കുകയാണ് ചെയ്തത്.
വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ ഓരോ നേരത്തേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആ ഒരു ചിലവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ രാത്രിക്ക് വേണ്ടത് ഇതുപോലെ ബാർബിക്യൂ ചെയ്യാനുള്ളത് കൊടുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ രാവിലത്തേക്ക് വേണ്ടി ബ്രെഡ് ഓംലേറ്റ്, അപ്പോൾ ബ്രെഡും ഒരു ട്രേ മുട്ട അങ്ങനത്തെയൊക്കെ ഞങ്ങൾ കൊടുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കാപ്പിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുന്ന് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡും അതെ, ഞങ്ങളവിടെ മജ്ബൂസ് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ഒരു ഉച്ചനേരമായപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും നമ്മൾ ഫുജേറ വരെ എത്തിയതല്ലേ, അപ്പോൾ നമുക്ക് കോഫക്കാൻ ബീച്ചൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ വാട്ടർഫോൾസും പിന്നെ ആംഫി തിയേറ്ററൊക്കെ കണ്ട് മടങ്ങാന്നുള്ള രീതിയിൽ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് രാത്രിയത്തെ ഡിന്നറും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഞങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.